ഇതാണ് ഗുഹ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്കായി സമർപ്പിക്കുന്നു. കമ്പോട്ടിന് പോയാൽ എല്ലാം പോകും. എനിക്ക് പിന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ അകത്ത് വല്ല പാമ്പോ പട്ടിയോ പഴുതാരോ എല്ലാം കാണുമെന്നുള്ളൊരു ടെൻഷനുള്ളൂ. എൻ്റെ അമ്മ കുരുങ്ങി ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടെങ്കിൽ പണി കിട്ടും. എൻ്റെ അമ്മ അങ്ങോട്ട് കയറി പോവാം. പക്ഷെ അങ്ങോട്ട് പോയാൽ ഫുള്ളിട്ട് ഇതിൻ്റെ അടിയിലേക്ക് അള്ള. ഇത് ട്രക്കിംഗ് ആണോ? കാടിനുള്ളിൽ ആന കുത്താത്ത ഏക മരം. ഈ മരത്തിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഭയങ്കര വണ്ണമുള്ളൊരു മരം കേട്ടോ. എൻ്റെ വണ്ണം നോക്കണ്ട, മരത്തിൻ്റെ വണ്ണം നോക്കിയാൽ മതി. അങ്ങനെ നമ്മളിതാ പോത്താങ്കെട്ട് ഡാമിലെത്തിയിരിക്കുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് പോത്താങ്കെട്ട് ഡാം കാണാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ എന്നാൽ ഡാമിലെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കും. മെയിനായിട്ടുള്ള നമ്മുടെ ടാർഗറ്റ് ഡാം കാണിക്കുക എന്നുള്ളതല്ല. ഇതിനപ്പുറം പഴയ പോത്താങ്കെട്ട് ഡാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് മനുഷ്യനിർമ്മിതമല്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയാനും മനസ്സിലാക്കാനും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വരവ്. വെൽക്കം ടു സ്റ്റെബിൻസ് വ്ലോഗ്. ഇതാണ് പോത്താങ്കെട്ട് ഡാം. ഷട്ടറെല്ലാം ക്ലോസ്ഡാണ്. കുറച്ചൊക്കെയാണ്, 1-2 ഷട്ടറൊക്കെയാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഭൂതത്താൻകെട്ടെന്നാണ് സ്ഥലത്തിൻ്റെ ശരിക്കുമുള്ള പേര്. ആളുകൾ പറഞ്ഞത് പൂത്താൻകെട്ടായതാണ്. ശരിക്കും ഭൂതത്താൻകെട്ടെന്നാണ് പറയപ്പെടുന്നത്. ഒറിജിനലായിട്ടുള്ള പേര് ഭൂതത്താൻകെട്ടെന്നാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ താഴ്ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഭൂതങ്ങൾ പണിതു എന്ന് പറയുന്ന ചരിത്രമാണ്, ഐതിഹ്യം പറയുന്നതാണ്. ഭൂതങ്ങൾ പണിതു എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഡാം എന്ന് പറയുമ്പോൾ കമ്പിയും കോൺക്രീറ്റ് ഒന്നും ഉപയോഗിച്ച് കെട്ടിയതല്ല, കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അമാനുഷികർ നിർമ്മിച്ചു എന്ന് പറയുന്ന പഴയ പോത്താങ്കെട്ടിലേക്കാണ്. ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 60 രൂപയാണ് കേട്ടോ ടിക്കറ്റ്, മുതിർന്നവർക്ക്. ഇവിടുന്ന് നേരെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുവാണ്. ആരുടെയോ സ്വപ്നം ഇവിടെ ഇരുന്ന് ഇവിടെ കിടന്ന് ചെതലരിക്കുന്നുണ്ട്. ആരുടെയാണോ ആവോ. വാവ്, നൈസായിട്ടുണ്ട്. പ്രത്യേകതരം ചെടികളാണല്ലോ വളർന്നിരിക്കുന്നത്. ടയറ് ഫുൾ കണ്ടീഷനാട്ടോ. കാടിനുള്ളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കരുത്, വനം സംരക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കാം. തുടക്കത്തിൽ തന്നെ ഞാൻ ഈ മരം കാണിച്ചു തന്നായിരുന്നു. നല്ല അത്യാവശ്യം ചുവടുഭാഗത്തിന് നല്ല വീതിയുണ്ട് കേട്ടോ. ഇതാണ് ആന കുത്താത്ത മരം. കേരളത്തിലെ തന്നെ എല്ലാ വനമേഖലകളിലും ഉള്ള ഒരു മരമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരാണ് ചീനി മരം. മരച്ചീനിയല്ല, ചീനി. ഈ മരത്തിൽ ആന കുത്തില്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല, കുത്തി കഴിയുമ്പോൾ ആനയുടെ കൊമ്പ് തുളച്ച് കയറി ഇതിൽ ജാമായി പോകുമെന്നാണ് പറയുന്നത്. പിന്നീട് അത് ആനകൾക്ക് വലിച്ചൂരിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ മരത്തിൽ ആന കുത്തില്ലാത്തത്. മാത്രമല്ല, ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾ രാത്രി കാലങ്ങളിലോ എപ്പോഴെങ്കിലും ആനക്കൂട്ടങ്ങളുടെ ആക്രമണം വരുമ്പോൾ ഇരുമ്പ് കമ്പി കൊണ്ട് ഈ മരത്തിൻ്റെ വേരിൻ്റെ ഭാഗത്ത്, അതായത് വീതി കൂടിയ ഭാഗത്ത് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ച് ഡ്രമ്മിനടിക്കുന്ന പോലെ സൗണ്ട് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ശബ്ദം ഉണ്ടാക്കി ആനക്കൂട്ടത്തെ ഓടിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പഴയ പോത്താങ്കെട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ഥലത്തേക്കാണ്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് മിസ്സായി പോകരുത്. ഇതാണ് പോത്താൻകെട്ടിലുള്ള ഗുഹ. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. വരുന്ന ആർക്ക് വേണമെങ്കിലും ഗുഹയിൽ കയറാട്ടോ. കയറാൻ ഭാഗത്തിന് ഏണിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ധൈര്യത്തോടു കൂടി ഗുഹയ്ക്കകത്തേക്ക് കയറിയാൽ മാത്രം മതി. അവധി ദിവസം അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ ആൾക്കാരും ആളും അനക്കമൊന്നുമില്ല. എന്നാൽ 1-2 ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്.
അമ്പോ, ഒരു ശ്മശാന മൂകതയാട്ടോ മൊത്തത്തിൽ. ഇതിനകത്ത് എന്തെങ്കിലും കാണുമോ ആവോ. എന്തായാലും ധൈര്യം സംഭരിച്ച് കയറി നോക്കാം. താഴെ പോവോ? കമ്പോട്ടിന് പോയാൽ എല്ലാം പോവും. എനിക്ക് പിന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ അമ്മോ, ഇതെന്താ ഇതിൻ്റെ അകത്ത്? ഞാനകത്ത് ഫുള്ള് ഇരുട്ടായിരിക്കും കേട്ടോ ഓർത്തെ. ഇതിനകത്ത് ആളുകളൊക്കെ ഒത്തിരി കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സേൽ മുഴുവൻ ചെളിയാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും കയറണമെന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണെന്നൊന്നും അറിയണമല്ലോ. അറിയണമെങ്കിൽ കയറിയല്ലേ പറ്റൂ. കയറി നോക്കണം. ഇതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം നമുക്ക്. എൻ്റെ അമ്മ, കുഞ്ഞു കുഞ്ഞു ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടെങ്കിൽ പണിയിട്ട് ഗോക്കാത്ത കയറി. ബാക്ക് സൈഡ് ഉണ്ടോ? അയ്യോ, അങ്ങോട്ട് കയറി പോവാം. പക്ഷെ നമ്മളെ പോയ പുള്ളിട്ട ഇതിൻ്റെ അടിയിലേക്ക് അള്ള. അങ്ങോട്ടേക്ക് പുള്ളി ഇരുട്ടാ. അങ്ങോട്ട് പോയി പേടിയില്ലാത്തോണ്ടല്ല കേട്ടോ. അതാണ് ഗുഹ. ഫ്ലാഷ് ഓൺ ആക്കിയായിരുന്നെങ്കിൽ. എൻ്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർ ഇത് കണ്ടിട്ട് തടിയൻ ഉരുണ്ടുരുണ്ട് പോവാണെന്ന് പറയൂലോ. ദൈവമേ, കമ്പ് വല്ല ഓടിച്ചു പോയാ ഞാൻ താഴെ. സെറ്റല്ലേ? ഇനിയാണ് നമ്മൾ ഭൂതങ്ങൾ പണിതു അല്ലെങ്കിൽ അമാനുഷികർ പണിതു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോണത്. ഇതന്നെ, ഇത് വെറൈറ്റി ആണല്ലോ. ഈ കാണുന്നതാണ് അമാനുഷികർ പണിതു അല്ലെങ്കിൽ ഭൂതങ്ങൾ പണിതു എന്ന് പറയുന്ന ഈ കെട്ടെന്ന് പറഞ്ഞാൽ കരിങ്കല്ല് കൊണ്ട് നിറച്ചേക്കുവാണ് ഈ ഭാഗം. കരിങ്കല്ലാണ് ഫുള്ള്. ഐതിഹ്യമാണ്. എത്രത്തോളം ശരിയാണ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇപ്പോൾ അത്യാവശ്യം വെള്ളം കുറവാണ്. ഡാം തുറന്നെങ്കിൽ മാത്രമാണ് ഇവിടെ നല്ല രീതിയിൽ വെള്ളം വരത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നല്ല ആഴമുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ കർശനമായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരും. ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. പെരിയാർ നദിയുടെ ഇരുവശത്തും കല്ലുകൾ സ്ഥാപിച്ച് ഈ ഡാം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതും രാക്ഷസർ അല്ലെങ്കിൽ അമാനുഷികർ. ഈ ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. രാക്ഷസ കോട്ട എന്നാണ് പറയുന്നത്. രാക്ഷസന്മാർ പണിതു എന്ന് മുൻ തലമുറ വിശ്വസിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്ന് തട്ടേക്കാടിന് 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക്. അതുമാത്രമല്ല, ഇവിടെ ഈ അണക്കെട്ടിന് ഈ ഭൂതത്താൻകെട്ട് എന്ന പേര് വരാനൊരു ചരിത്രമുണ്ട്. പണ്ട് ശിവൻ പ്രതിഷ്ഠയായ തൃക്കാര്യൂർ ക്ഷേത്രം വെള്ളത്തിൽ മുക്കാൻ രാക്ഷസന്മാർ പദ്ധതി ഇട്ടെന്നും പെരിയാർ നദിക്ക് കുറുകെ അണക്കെട്ട് സ്ഥാപിച്ച് ഇവിടെ മുഴുവൻ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രാത്രിയിൽ ഇവരിങ്ങനെ കല്ലുകൾ സ്ഥാപിക്കുകയും നേരം വെളുക്കുന്നതിന് മുന്നം ഈ അണക്കെട്ടിൻ്റെ വർക്കുകൾ തീരാത്തത് കൊണ്ട് ഭൂതങ്ങൾ ഉപേക്ഷിച്ച് പോയി എന്നുമാണ് ചരിത്രം പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ 4-ാം നൂറ്റാണ്ടിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും മണ്ണിടിച്ചിൽ സംഭവിക്കുകയും മണ്ണിടിച്ചിലിന് ഭാഗമായിട്ട് പെരിയാറിൽ വലിയ പാറക്കഷ്ണങ്ങൾ വന്ന് പതുക്കുകയും ഇതുപോലെ കെട്ടുപോലെ രൂപപ്പെടുകയും ചെയ്തു എന്ന് ശാസ്ത്രം പറയുന്നു. ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും വെള്ളത്തിൽ ഇറക്കാതിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. തനിച്ച് ഇവിടെ വരുമ്പോൾ പേടിക്കണം. അയ്യോ, പേടിയില്ലാതില്ല. തെന്നി പോകാതിരുന്നാൽ മതിയായിരുന്നു. ഓ
എൻ്റെ അമ്മ ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്, പേടിയിടും പാടില്ല. ഇത് ട്രക്കിംഗ് ആണോ? പാറയിൽ ആ കാണുന്ന കുഴികൾ കണ്ടോ? വർഷങ്ങളോളം വെള്ളം വന്നടിച്ച് ഒഴുകിപ്പോയി അങ്ങനെ ഉണ്ടായേക്കണ കുഴികളാണ് കേട്ടോ അത്. മരുഭൂമി പോലെ കിടക്കോട്ടെ. ഇവിടെ തനിച്ച് വന്നു കഴിയുമ്പോൾ അറിയാതെ ആയാലും ഇതിനകത്തേക്ക് വല്ല കാല് തെറ്റി വീണ് കഴിഞ്ഞാൽ തീർന്നു. നീന്തൽ അറിയാൻ പാടാത്ത ആൾക്കാരാണെങ്കിൽ നോക്കേ വേണ്ട. നീന്തൽ അറിയാവുന്നവർ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നീന്തൽ അറിയാൻ പാടാത്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരിക്കലും വെള്ളത്തിലിറങ്ങാതിരിക്കുക. ഇനി റെസ്റ്റ് ഇൻ പീസാണ്. അയ്യോ, ഇരുന്നില്ലെങ്കിൽ ഇവിടെയുള്ള സകല വായു ഞാൻ വലിച്ചു കയറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.